കാസർഗോഡ് പൊയിനാച്ചി കമ്മട്ട തറവാടിന് മുന്നിലുള്ള വയലിൽ ഇപ്പോൾ സൂര്യകാന്തിയുടെ ശോഭയാണ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം ഗുണ്ടൽപേട്ടിനെയോ മസിനഗുഡിയെയോ ഓർമ്മിപ്പിക്കും. സൂര്യകാന്തി വസന്തം കാണാൻ നിരവധി ആളുകൾ എത്തുമ്പോൾ യുവ കർഷക ശ്രീവിദ്യ മീരത്ത് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ വഴിയിലേക്ക് കൂടി തന്റെ കൃഷിയിടത്തെ തിരിച്ചുവിടുകയാണ്. പൂപ്പാടങ്ങളുടെ കാഴ്ചകൾ പരിചിതമാണെങ്കിലും ഈ സൂര്യകാന്തി പൂക്കളുടെ ശോഭ മനസ്സു നിറയ്ക്കും. മസിനഗുഡിയിലോ ഊട്ടിയിലോ ഗുണ്ടൽപേട്ടിലോ അല്ല ഈ കാഴ്ച. പൊയിനാച്ചിക്കടുത്ത് കമ്മട്ടത്തറവാടിന് മുൻവശത്തെ വിശാലമായ പാടത്താണ് സൂര്യകാന്തി വസന്തമുള്ളത്. യുവ കർഷകയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും സംസ്ഥാന യുവജന ബോർഡിന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരവും നേടിയ കാർഷിക മേഖലയിൽ വ്യത്യസ്തതകളെ പരീക്ഷിക്കുന്ന യുവ കർഷക കൊളത്തൂർ ബറോട്ടിയിലെ ശ്രീവിദ്യ മേലത്ത് തന്റെ തണ്ണിമത്തൻ കൃഷിക്കൊപ്പമാണ് സൂര്യകാന്തി പൂക്കളുടെയും വിത്തിട്ടത്. സമൃദ്ധമായി പൂക്കൾ വിരിഞ്ഞതോടെ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സാധ്യത കൂടി മനസ്സിലാക്കി ശ്രീവിദ്യ. ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ചും കൂടി വലിയ ഏരിയയിൽ കൃഷി ചെയ്യണം എന്നുള്ളത്, കുറച്ച് ഇങ്ങനെ ഒരു ടൂറിസം കൂടി കണക്ട് ചെയ്തിട്ട്. അപ്പം ഇപ്രാവശ്യം എനിക്ക് അതിനുള്ളൊരു സൗകര്യം കിട്ടി. ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സൂര്യകാന്തി തോട്ടം ഉള്ളത്. വിവാഹ ആൽബം, ഫോട്ടോഷൂട്ട് തുടങ്ങിയവയ്ക്കും ഈ ദൃശ്യഭംഗി ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി സംരംഭമെന്ന നിലയിൽ നിശ്ചിത ഫീസും ഈടാക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സൂര്യകാന്തി വിത്തുകൾ വിതച്ചത്. 1.5 മാസം കൊണ്ട് പൂത്തുലഞ്ഞു. 2 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി പൂക്കൾ വിളയിച്ചത് മാത്രമാണ് ഇതിനു മുൻപുള്ള പരിചയമെന്നും ഇനി അങ്ങോട്ട് സൂര്യകാന്തി പൂക്കളുടെ കൃഷി ധൈര്യത്തോടെ ചെയ്യുമെന്നും പൂങ്കാവനം അഗ്രി ഫാം എന്ന പേരിൽ കൃഷി സംരംഭകത്വത്തിലേക്ക് എത്തിയ ശ്രീവിദ്യ ഉറപ്പിക്കുന്നു. പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.